ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷം കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നിക്കണം ഞാൻ. അപ്പം ഇന്ന് നമുക്കൊരു കൊച്ചു സൂപ്പർ സ്റ്റാർ യൂണിക്കോൺ കേക്കിൻ്റെ ഡിസൈനാണ് ചെയ്യാനുള്ളത്. ഇതെൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ തരുന്ന ഓർഡറാണ് കേട്ടോ. ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതലേ അവരെനിക്ക് തരുന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇങ്ങനെയുള്ള കൂട്ടുകാരാണ് കേട്ടോ നമ്മളെപ്പോഴും നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള കൂട്ടുകാരാണ് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അവരെന്നെയും എൻ്റെ വർക്കിനെയും എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് കേട്ടോ എനിക്ക് തരുന്ന ഈ ഓർഡർ. അപ്പോൾ ഇതാ കേക്ക് ഈ ഒരു രീതിയിൽ ആക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലേസർ പ്രിൻ്റാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ കേക്ക് ഇതാ ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ട് നമ്മൾ വേറെ പണികളൊക്കെ ഓടിപ്പാഞ്ഞ് കഴിച്ചിട്ടുണ്ട്. ഓടടാ ഓട്ടയായിരുന്നു പിന്നെ. അപ്പോൾ ഇതാ ഓടിയെത്തി കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, അവിയലും ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണിക്ക് അവിയൽ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അവിടുന്ന് വീണ്ടും വീട്ടിലേക്ക് തന്നെ ഓടി വന്ന് കേക്കിൻ്റെ ബാക്കി പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ യൂണിക്കോണിൻ്റെ ഇതൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് റെഡിയാക്കി വെക്കണം. നമുക്ക് ഇങ്ങനെ ഒന്നായിട്ടാണല്ലോ പ്രിൻ്റ് എടുത്ത് കിട്ടുക. പിന്നെ ഈ കറക്റ്റായിട്ട് ഈ വെട്ടിയെടുക്കണം എന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഇതിന് കുറച്ച് ടൈം എടുത്ത് ചെയ്യണ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. വളരെ സാവധാനം ഇത് വെട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സ്പീഡിൽ ഇത് കാണുന്നത്. ഇന്നത്തെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഓട്ടം തന്നെയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. പിന്നെ ഒന്ന് ഇരിക്കാൻ പോലും ടൈം കിട്ടിയിട്ടില്ല എന്ന് പറയാമല്ലോ. അത്രക്കും ഓട്ടമായിരുന്നു. ഈ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ നടന്നിരിക്കുന്നത്. കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാത്തൂൻ്റെ വിളി വന്നത്. ആ ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതാ ഞാൻ ചിക്കൻ ഇവിടെ കൊണ്ടിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കേക്കിൻ്റെ പണി മുഴുവനാക്കിയിട്ട് വേണം ചിക്കന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒലുക്കുള്ള ഫുഡ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ കേക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോകണം. ഈ കേക്ക് അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മാപ്പിളയും കൂടി അത് കൊണ്ട് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. എൻ്റെ മാപ്പിളക്കൊരു മന്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അത് വെക്കും വേണം. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇതാ നാത്തൂനും മാപ്പിളയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് ആദ്യം തന്നെ ഒരു വെള്ളം കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ എൻ്റെ മാപ്പിള ഇവിടെ മന്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നോക്കി നിൽക്കാൻ ടൈമില്ല. രാത്രി കൊടുക്കേണ്ട മന്തിയാണ്. 8 മണിയാകുമ്പോഴത്തേക്ക് ആവണം. അപ്പോഴത്തേക്ക് അത് മന്തിൻ്റെ പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഞാനിതാ ഇവർക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്ത് കുറച്ച് സമയം ഇവരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. നാത്തൂനിപ്പോൾ സ്കൂട്ടിക്ക് വേണ്ടി ലൈസൻസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നാത്തൂനാണ് കേട്ടോ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അത് കേൾക്കാനായിട്ട് ഞാനും എൻ്റെ ഇളച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ചിരിച്ചേക്കണമെന്നല്ല ആ വർത്താനൊക്കെ കേട്ടുകാണ്ട്. അതൊക്കെ പാടപ്പോൾ ഞാൻ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു വാക്കിലൊന്നും തീരില്ല കേട്ടോ. ഞങ്ങൾ കണ്ടാൽ പിന്നെ അങ്ങനെയാണ്, വർത്താനം ഞങ്ങൾക്ക് തീരൂല. പലതും ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ടാവും. അപ്പോൾ അതാ അപ്പോഴത്തേക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ പരിപാടി എന്നുള്ളത്. അപ്പോൾ അതാ ഏകദേശം മന്തിയൊക്കെ അതാ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ദമ്മിടാനായിട്ട് വെച്ചേക്കണു. ഞാൻ അടുക്കളയ്ക്ക് പോകുന്ന സമയം കൊണ്ട് തന്നെ നാത്തൂന് ഇളച്ചന്മാരെടുക്കും മുത്തച്ഛന്മാരെടുക്കൊക്കെ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഓല് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനാണ്. അതിൻ്റെ ഇടയിലുള്ള സീനും ഞാൻ ഫുഡ് ഉണ്ടാക്കണതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നാൽ അവർക്ക് 5 ആൾക്കാരെ വീട്ടിലേക്ക് പോകാനുണ്ടല്ലോ. അപ്പോൾ 5 ആളെ വീട്ടിൽ നിന്നും ഓരോന്ന് കഴിച്ച് വയറ് നിറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. എന്നാലും നമ്മളുണ്ടാക്കിയത് കുറച്ചൊന്ന് ഇരുന്ന് നീക്കണമല്ലോ. അപ്പോൾ അതാ അവരിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ ഓലെ കൂടെ ഇരുന്നിട്ടില്ല. ഓൽക്ക് പോകാൻ തിരക്കായപ്പോൾ ഓൽക്ക് വേഗം ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഭക്ഷണം ഒരാളെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നതിലല്ല കേട്ടോ സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഒരു പച്ചവെള്ളമാണെങ്കിൽ കൂടിയും അത് നമ്മൾ സന്തോഷത്തോടുകൂടി നമ്മളെ മുഖത്ത് പുഞ്ചിരിയോട് കൂടി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും അത് വലിയ സന്തോഷമാണ്. അല്ലാതെ ഒരുപാട് ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളെ മുഖത്ത് സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ ഓൽക്കൊരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആര് നമ്മളെ വീട്ടിലേക്ക് വന്നാലും കൊടുക്കുന്നത് എന്തായാലും അത് സന്തോഷത്തോടുകൂടി കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമായി, വന്ന് പോണോൽക്കും സന്തോഷമായി. ഇവർ വന്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് ഓല് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്തച്ഛൻ്റെ മോളും ഓലെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളും ഫുഡ് കഴിച്ച് ഓളെ കൊണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതാ സോനു പോയിട്ടുണ്ടായിരുന്നു. സോനു വണ്ടി എടുത്ത് ഓളെ ആക്കി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ കൂടെ തന്നെ ഇവരും പോയി.
ഇന്നിപ്പോൾ നേരം വെളുത്ത് നീച്ച് ഇത്രയും നേരം ആവോളുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നൊരു ദിവസം തന്നെ ഇത്രയും കാര്യങ്ങൾ നടന്നോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അത് അവർ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്